പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. യേശു വിതക്കാരന്റെ ഉപമ പറയുന്നു. ശിഷ്യന്മാർ അവനോട് ചോദിക്കുന്നുണ്ട്, ഉപമയെക്കുറിച്ച് ഞങ്ങളോട് പറയുക എന്ന്. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും, അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കുന്നതിനും വേണ്ടിയാണ് അത്. അവൻ അവരോട് ചോദിച്ചു, ഈ ഉപമ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഉപമകളെല്ലാം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? വിതക്കാരൻ വചനം വിതയ്ക്കുന്നു. ചിലർ വചനം ശ്രവിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവരിൽ വിതയ്ക്കപ്പെട്ട വചനം നീക്കം ചെയ്യുന്നു. ഇവരാണ് വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വിത്ത്. ചിലർ വചനം കേൾക്കുമ്പോൾ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുന്നു. പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് ഇവരാണ്. വേരില്ലാത്തതിനാൽ അവ അല്പസമയത്തേക്ക് മാത്രം നിലനിൽക്കുന്നു. വചനത്തെ പ്രതി ക്ലേശവും പീഡനവും ഉണ്ടാകുമ്പോൾ തൽക്ഷണം അവർ വീണുപോകുന്നു. മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടത് മറ്റു ചിലരാണ്. അവർ വചനം ശ്രവിക്കുന്നു, എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും മറ്റ് വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാക്കുകയും ചെയ്യുന്നു. നല്ല മണ്ണിൽ വിതയ്ക്കപ്പെട്ട വിത്താകട്ടെ വചനം ശ്രവിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ്. അവർ 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തി തരുന്നത്, നമ്മുടെ ഹൃദയമാകുന്ന നിലം ഏത് തരത്തിലുള്ളതാണ്? പാറപ്പുറമാണോ? വഴിയരികാണോ? അതോ മുള്ളുകളാണോ? അതോ നല്ല നിലമാണോ? കാരണം വിതക്കാരൻ ഒരേ വിത്ത് തന്നെയാണ് വിതയ്ക്കുന്നത്, വചനം തന്നെയാണ് നൽകുന്നത്. എന്നാൽ സ്വീകരിക്കുന്ന ഓരോരുത്തരും വ്യത്യസ്തരാണ്. കാരണം ഓരോരുത്തരും ഏത് രീതിയിൽ വചനം സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വചനം എല്ലാവർക്കും ഒരേപോലെ വിളമ്പുമ്പോൾ അത് സ്വീകരിക്കുന്നവരുടെ ഹൃദയം, മനസ്സ് ഇതൊക്കെയും എങ്ങനെ വചനത്തെ ഉൾക്കൊള്ളുന്നു, ഏത് രീതിയിൽ ഉൾക്കൊള്ളുന്നു. ദൈവവചനമാണ് ഞാൻ കേൾക്കുന്നത്, അത് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ടുള്ളതാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ അതിന് പ്രാധാന്യം നൽകും. വചനം നമ്മൾ വായിക്കുകയും ചെയ്യും, അത് ധ്യാനിക്കും, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യും. മാത്രമല്ല, പല വഴികളിലൂടെയും നമ്മൾ ദൈവവചനം ഈ ദിവസങ്ങളിലൊക്കെയും കേൾക്കുന്നുണ്ട്. അവയ്ക്ക് നമ്മൾ ചെവിചായ്ക്കുകയും അതിന് പ്രാധാന്യം നൽകുകയും അതനുസരിച്ച് നമ്മൾ ജീവിക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. മാത്രമല്ല, നമ്മൾക്കും വിതക്കാരനാകാം. കാരണം നമ്മൾ ഓരോരുത്തരും വചനം മറ്റുള്ളവർക്ക് വിതച്ചു കൊടുക്കുവാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെയാണ്. ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിനെന്ന് യേശു നമ്മളോടും ആവശ്യപ്പെടുന്നുണ്ട്. നല്ലൊരു മാതൃക നിറഞ്ഞ ജീവിതം നമുക്ക് നയിക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മൾ വിതയ്ക്കുന്ന വചനമാകുന്ന വിത്ത് മറ്റുള്ളവരിലെ
പ്രയോജനമുണ്ടാകും, മറ്റുള്ളവർ ശ്രവിക്കും. അങ്ങനെ അവരുടെ ജീവിതത്തിലും വ്യത്യാസമുണ്ടാവുകയും അവരുടെ ജീവിതം വഴി നമ്മൾക്കും ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് സാധിക്കും. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.